നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 31-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 17-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം തിങ്കളാഴ്ച. ഇന്ന് നല്ല ദിവസമാണ്. തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ദിവസമാണ്. ശരിക്ക് സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയെ സ്വാധീനിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യചന്ദ്രന്മാർ. അതിൽ ചന്ദ്രൻ്റെ ദിവസമാണ്. ശരിക്ക് അമ്മ അച്ഛനെപ്പോലെ അല്ല, കുറച്ചുകൂടി ക്ഷമയും സമാധാനവും ശാന്തിയൊക്കെ തരുന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മയുടെ സ്ഥാനമാണ് ചന്ദ്രന്. ഇന്ന് ചന്ദ്രൻ്റെ ദിവസമാണ് വന്നിരിക്കുന്നത്. നല്ല ദിവസമാണ്. ഇന്ന് നമുക്കൊരാഴ്ച ആരംഭമാണ്. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആദ്യ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണ്. സന്തോഷത്തോടുകൂടി ഓരോ കാര്യത്തിന് പോവുക. കാര്യങ്ങൾ വിജയത്തിലേക്ക് വരുമെന്നുള്ളതിന് സംശയം വേണ്ട. പ്രത്യേകിച്ച് മീനമാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കാരണം പ്രധാനമായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് പറ്റിയ കാലയളവാണ്. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾക്ക് നല്ല വാഹനം വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി, മറ്റ് ഐശ്വര്യഫലങ്ങൾ, സമാധാനപ്രദമായ ഒരു കുടുംബജീവിതം, ഇവയൊക്കെ പ്രദാനം ചെയ്ത് തരുന്നതിനൊപ്പം തന്നെ വിദേശത്ത് യാത്രയ്ക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകുന്നവർ, ഇവർക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും എന്നറിയുക. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സന്തോഷപ്രദമായ ഒരു വർഷമാണ്, അവിടെ പേടിക്കേണ്ടതില്ല. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, ഇന്ന് തിങ്കളാഴ്ചയാണ്, നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങണം. അപ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും 7:56 രാവുകാലം തുടങ്ങുള്ളൂ. 7:56 രാവുകാലം തുടങ്ങും. 9:27 കൂടി രാവുകാലം അവസാനിക്കും. അപ്പോൾ രാവുകാല സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് ഒന്നുകിൽ 7:56 മുമ്പോ അല്ലെങ്കിൽ 9:27 ശേഷമോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കുക. അതുപോലെ ഇന്ന് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ദിവസവും ഉള്ളതുപോലെയാണ് ഗുളികകാലവും യമകണ്ഠകാലവും. ഇന്ന് മൊത്തത്തിൽ മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിൽ പോലും യാത്രയ്ക്ക് മാത്രം രാവുകാലം മാറ്റിവെച്ചാൽ മതി. യമകണ്ഠകാലവും ഗുളികകാലവും ശുഭകാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:59 തൊട്ട് 3:30 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:58 തൊട്ട് 12:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതേപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:05 തൊട്ട് 12:53 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഇതിനിടയ്ക്ക് വെച്ച് 4 മിനിറ്റ് കൊള്ളാതെ വരുമെങ്കിലും 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ശുഭത്തിൽ ശുഭമായ സമയമെന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. വെള്ള വസ്ത്രമോ ശുഭ്രവസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വെളുത്ത കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കൂടെ കരുതുന്നത് നമ്മളിലേക്ക് ചന്ദ്രഭഗവാന്റെ പ്രകാശം നമ്മളിലേക്ക് എത്താനും നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും ശോഭിക്കാനും ഒക്കെ ഇടവരുന്ന ഇതിനെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.